രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഇന്നലെ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ ഷാഫി പറമ്പിൽ എംഎൽഎ ഒന്നാം പ്രതിയാക്കി കേസ്. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്ന് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തും. വൈകുന്നേരമാണ് പ്രതിഷേധ പരിപാടികൾ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി 17-ന് പരിഗണിക്കും. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് പരിഗണിക്കുന്നത്. അതിനിടെ എം.വി. ഗോവിന്ദന് മറുപടിയുമായി അബിൻ വർക്കി രംഗത്തെത്തി. ബഹുമാനപ്പെട്ട വഞ്ചിയൂർ കോടതിയിൽ അദ്ദേഹം ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാജ സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കിയത് എന്നുള്ള ഏറ്റവും ഗുരുതരമായ ആരോപണമാണ് എം.വി. ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹം ഒരു മാസ്റ്ററാണോ അതോ ഒരു മോൺസ്റ്ററാണോ എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന് ചോദിക്കാനുള്ളത്. കാരണം ഇത്ര ക്രൂരമായ വിനോദങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ, ഇത്ര സാഡിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകളെ മോൺസ്റ്റർ എന്നല്ലാതെ നമുക്ക് ഒരു സാമാന്യ ജനത്തിന് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. കാരണം ഒരാളുടെ ഏറ്റവും വ്യക്തിപരമായ ആരോഗ്യ വിവരങ്ങൾ, ആ ആരോഗ്യ വിവരങ്ങൾ പോലും വ്യാജമാണ് എന്ന് പറയുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം എത്രമാത്രം മനുഷ്യത്വ വിരുദ്ധനാണ് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയണം. ഐശ്വര്യ അനിൽ ചേരുന്നുണ്ട്. ഐശ്വര്യ, ഷാഫി പറമ്പിലിനെ വീണ്ടും കേസെടുത്തിരിക്കുന്നു. ഇന്നലത്തെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഒപ്പം ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം വിവിധയിടങ്ങളിൽ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അബിൻ വർക്കി എന്താണ് പറഞ്ഞത്? വീണ്ടും പോലീസ് കേസെടുക്കുന്ന ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. സ്വാഭാവികമായും സെക്രട്ടേറിയറ്റിലേക്ക് ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ കേസെടുക്കാറുണ്ട്. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടെയാണ് വീണ്ടും ഷാഫി പറമ്പിലിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അന്യായമായ സംഘം ചേരൽ, ഗതാഗത തടസ്സം സൃഷ്ടിക്കൽ എന്നിവയാണ് കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്ന 5 യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് അവരെ പ്രതി ചേർത്തിക്കുന്നത്. ഒന്നാം പ്രതി ഷാഫി പറമ്പിലാണ്, രണ്ടാം പ്രതി മുൻ ജില്ലാ പ്രസിഡന്റായിരുന്ന സുധീർ ഷാ പാലോടാണ്, ഒപ്പം മൂന്നാം പ്രതി ജില്ലാ പ്രസിഡന്റ് ഷജീർ നേമമാണ്. അങ്ങനെ 5 യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും കണ്ടാലറിയാവുന്ന 150 പേർക്കെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം KPCC അധ്യക്ഷൻ അത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ഒപ്പം സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിയും അത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ ധർണ വിവിധയിടങ്ങളിൽ സംഘടിപ്പിക്കുന്നുണ്ട്. വൈകുന്നേരമാകും ആ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുക. സംസ്ഥാന വ്യാപകമായ പ്രതിഷേധ പ്രകടനങ്ങൾ എല്ലായിടത്തും ഉണ്ടാകണം എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി ഉയർത്താനാണ് യൂത്ത് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. ഒപ്പം അബിൻ വർക്കിയും ഇപ്പോൾ അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മെഡിക്കൽ പരിശോധനയുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന് സംശയങ്ങളുണ്ട്. ജനറൽ ആശുപത്രിയിൽ ന്യൂറോ സർജൻ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. രക്തസമ്മർദ്ദം നോക്കിയപ്പോൾ പോലും ഉയർന്ന നിലയിലായിരുന്നു. ആരുടെ സമ്മർദ്ദ പ്രകാരമാണ് മെഡിക്കൽ റിപ്പോർട്ട് മാറ്റി അല്ലെങ്കിൽ തിരുത്തിയത് അല്ലെങ്കിൽ ആ രീതിയിൽ മാറ്റി എഴുതിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സംശയമുണ്ട് എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളിലെല്ലാം വിശദീകരിച്ചുകൊണ്ടായിരിക്കും വീണ്ടും കോടതിയെ സമീപിക്കുക എന്നും അബിൻ വർക്കി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുയർന്നു. മറുവശത്ത് CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനെതിരെ യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തുന്നു. വക്കീൽ നോട്ടീസിൽ, അതായത് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട എം.വി. ഗോവിന്ദൻ നടത്തിയ പരാമർശത്തിൽ വക്കീൽ നോട്ടീസ് നൽകും, ഒപ്പം നഷ്ടപരിഹാരം ആവശ്യപ്പെടും എന്നതാണ്. ക്രിമിനൽ നടപടികൾ അല്ലെങ്കിൽ ആ രീതിയിൽ ക്രിമിനൽ കേസ് എടുക്കണം എന്നുള്ള ആവശ്യമാണ് ഈ എം.വി. ഗോവിന്ദനെതിരെ കേസെടുത്ത് അല്ലെങ്കിൽ ആ രീതിയിൽ ഒരുപക്ഷെ എം.വി. ഗോവിന്ദൻ മാപ്പ് പറയുകയോ പ്രസ്താവന പിൻവലിക്കുകയോ ചെയ്തില്ല എങ്കിൽ കടുത്ത നടപടിയിലേക്ക് പോകുമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. ശരി, നന്ദി ഐശ്വര്യ.